പയ്യന്നൂരാണ് അടുത്തത്. CPM നിന്ന് പോയ കുഞ്ഞികൃഷ്ണൻ വിമതനെ മത്സരിക്കുകയും UDF അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന മണ്ഡലമാണിത്. കഴിഞ്ഞ തവണ വളരെ നല്ല രീതിയിൽ LDF ജയിച്ചൊരു മണ്ഡലമാണ്. ഗ്രാഫ് നോക്കിയാൽ അറിയാൻ പറ്റും, എല്ലാ ഇലക്ഷനുകളിലും LDFിൻ്റെ മെജോറിറ്റിയാണുള്ളത്. BJP പതുക്കെ അവർ വോട്ട് ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തവണ കുഞ്ഞികൃഷ്ണൻ മാറി അവിടെ വരുന്ന സ്ഥിതിക്ക് എത്രത്തോളം വോട്ട് ശതമാനം ഉണ്ടാവും, അത് UDFനുള്ള അട്ടിമറി ഉണ്ടാവുമോ? എന്നാൽ നമ്മുടെ പ്രവചനപ്രകാരം അതൊരു ജയത്തിലോട്ട് UDF പോവില്ലെങ്കിലും അവരുടെ LDFിൻ്റെ വോട്ട് ശതമാനം 8-9% എത്തിക്കാൻ ജയ ശതമാനം. കല്യാശ്ശേരിയാണ് അടുത്തത്. രാജീവനും വിജയും തമ്മിലുള്ള മത്സരമാണ് അവിടെ നടക്കുന്നത്. BJP ചിത്രത്തിലില്ല. 31% ഭൂരിപക്ഷത്തിൽ LDF ശക്തമായ രീതിയിൽ ജയിച്ച മണ്ഡലമാണ് കഴിഞ്ഞ തവണ. ഇതിൽ നോക്കിയാൽ അറിയാം, എപ്പോഴും LDF ഈവൻ ലോകസഭയിലാണെങ്കിൽ പോലും LDF വളരെ നല്ല രീതിയിൽ ജയിച്ചുള്ള മണ്ഡലമാണ്. ലാസ്റ്റ് നടന്ന 2021 തദ്ദേശത്തിലാണെങ്കിലും 10% ഭൂരിപക്ഷത്തിൽ LDF ജയിച്ച മണ്ഡലമാണ്. BJP 10-12% മുകളിലേക്ക് പോവാത്ത മണ്ഡലമാണ്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ 2026 വ്യക്തമായ മെജോറിറ്റി, ഒരു 10% മെജോറിറ്റിയിൽ LDF അവിടെ ജയിക്കുമെന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. അടുത്ത തലപ്പറമ്പാണ്. ഗോവിന്ദൻ മാഷ ഭാര്യ ശ്യാമളയും CPM നിന്ന് മാറിയ TK ഗോവിന്ദനുമാണ് അവിടെ മത്സരിക്കുന്നത്. കഴിഞ്ഞ നല്ല രീതിയിലുള്ള 13% മെജോറിറ്റിയിൽ LDF ജയിച്ച മണ്ഡലമാണ്. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ലാസ്റ്റ് നടന്ന 2 ഇലക്ഷനും 2024 ലോക്സഭയിലും തദ്ദേശത്തിലും UDF അവരുടെ വോട്ട് നല്ല രീതിയിൽ ഉയർത്തിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു വ്യത്യാസം വിമതൻ്റെ ഇതും കൂടി വന്നു കഴിയുമ്പോൾ എന്ത് രീതിയിൽ വേണമെങ്കിലും ഇത് പോവാം. ബലാബലമായിട്ടാണ് ഞങ്ങൾ ഇതിനെ പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. BJP അവരുടെ വോട്ട് പതുക്കെ ഉയർത്തുന്നുണ്ട് ചെറുതായിട്ട്. അടുത്തത് ഇരിക്കൂറാണ്. സജീവ് ജോസഫും മാത്യു കുന്നമ്പിളി തമ്മിലുള്ള മത്സരമാണ്. 6% വോട്ടിൻ്റെ മെജോറിറ്റി കഴിഞ്ഞുള്ളതാണ്. ഇത്രയും വലിയ LDF ഉണ്ടായിട്ട് പോലും 6% മെജോറിറ്റി 2021 നിയമസഭയിൽ UDF ജയിച്ച മണ്ഡലമാണ്. ഇതിൽക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ഒരിക്കൽ പോലും UDF താഴേക്ക് പോവാത്തൊരു മണ്ഡലമാണിത്. BJPക്ക് 10% താഴെ വന്നിട്ടുള്ളൂ. ലാസ്റ്റ് 2021 തദ്ദേശത്തിൽ തന്നെ 10% മുകളിൽ വ്യത്യാസം അവർ LDF തമ്മിൽ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് 2026 UDF തന്നെ നിശ്ചയമായി ജയിക്കും. വോട്ട് ശതമാനം 4 അതിന് മുകളിലേക്ക് പോകാനുള്ള എല്ലാ ഇതും കാണുന്നുണ്ട്. അഴീക്കോടാണ് അടുത്തത്. ഇവിടെ സുമേഷും കരീം ചെലാരിയും തമ്മിലുള്ള മത്സരമാണ്. BJP ചിത്രത്തിലുള്ള 11% BJPക്കുള്ളൂ. 4% കഴിഞ്ഞോണം ജയിച്ചതാണ് LDF. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, BJPക്ക് 15% മുകളിലേക്ക് വരാറില്ല ഒരു ഇലക്ഷനും. UDF നല്ല മെജോറിറ്റിയിലാണ് ഇവിടെ ലോക്സഭയിൽ വോട്ട് കിട്ടുന്നതെങ്കിലും തദ്ദേശവും നിയമസഭയും വരുമ്പോൾ അവരും LDFും തമ്മിലുള്ള മത്സരം തുല്യമായിരിക്കുകയാണ് വോട്ടുകളിൽ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്തവണത്തെ UDFിൻ്റെ ഒരു മുൻതൂക്കം അനുസരിച്ച് UDF തന്നെ 2026 ചെറിയൊരു മെജോറിറ്റിയിൽ വരാനുള്ള ചാൻസാണ് ഇവിടെ തോന്നുന്നത്. അടുത്തത് കണ്ണൂരാണ്. അവിടെ TO മോഹനും കടന്നപ്പള്ളി രാമചന്ദ്രനും C രഘുനാഥും കോൺഗ്രസ് നിന്ന് പോയ C രഘുനാഥുമാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ ഒരു ചെറിയ ശതമാനത്തിലാണ് LDF അവിടെ ജയിച്ചിരിക്കുന്നത്. ലോകസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷം UDFിലുണ്ടെങ്കിലും കഴിഞ്ഞ തവണ നിയമസഭയിൽ LDF ജയിച്ചു. ഇത്തവണ തദ്ദേശത്തിൽ പോലും ഏകദേശം ഒരു 6-7% കൂടുതൽ ശതമാനം UDFിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണയും UDFിന് വരാനാണ് ചാൻസ് ഉള്ളത്. BJP അവർ വോട്ട് ശതമാനം ഉയർത്തി ഒരു 14% ആക്കാനുള്ള ചാൻസും ഉണ്ട്. ധർമ്മടമാണ് അടുത്തത്. പിണറായി വിജയൻ്റെ മണ്ഡലം. അബ്ദുൾ റഷീദ് കോൺഗ്രസിനും K രഞ്ജിത്ത് BJPക്ക് വേണ്ടി മത്സരിക്കുന്നത്. ഏകദേശം 32% വൻ മെജോറിറ്റിയിലാണ് കഴിഞ്ഞ LDF അവിടെ ജയിച്ചത്. ഇതിൽ കണ്ടാലും BJPക്ക് 10% മുകളിലേക്ക് വോട്ട് അവിടെ വരാറേയില്ല. ലോകസഭയിൽ LDFും UDF തമ്മിൽ വോട്ട് മാർജിൻ ഏകദേശം തുല്യമാണ് വരാറ്. 2016 നിയമസഭയും 2021 നിയമസഭയും നോക്കുകയാണെങ്കിൽ അതിൽ നല്ല രീതിയിൽ വോട്ട് കൂട്ടിയിട്ടുണ്ട് LDF. തദ്ദേശം വന്നപ്പോൾ തദ്ദേശത്തിലും ഒരു 10% ഇതുണ്ട്. 2026 നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ UDFുള്ള മുൻതൂക്കം നോക്കുന്നുണ്ട്. എന്തായാലും LDF ജയിക്കുമെങ്കിലും അവർ വോട്ട് ശതമാനം 10% താഴെയായിട്ട് കുറയും. അടുത്ത തലശ്ശേരിയാണ്. ഷംസീറിനെ മാറ്റി കാരായി രാജനെ കൊണ്ടുവന്ന മണ്ഡലമാണിത്. ഇപ്പം ഭയങ്കരമായ മെജോറിറ്റിയിൽ കഴിഞ്ഞ തവണ LDF ജയിച്ചാണ്. BJPയുടെ വോട്ട് 0 കാണുന്നത് അവിടെ കഴിഞ്ഞ തവണ BJPക്ക് മത്സരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. നോക്കുകയാണെങ്കിൽ ഏത് സമയത്തും LDFിൻ്റെ ശക്തമായ കോട്ടയാണ് തലശ്ശേരി.
സോ ബി ജെ പിക്ക് ഒരു 20% അടുത്ത് വരെ വോട്ട് ശതമാനം വന്നിരുന്ന മണ്ഡലങ്ങളാണ്. അപ്പോൾ അവർ വോട്ട് കൂട്ടുന്നുണ്ട്. അപ്പോൾ 2026 നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഇതിൽ LDF അവിടെ വിജയിക്കുന്നതാണ് നമ്മൾ പ്രവചനം. അടുത്തത് കൂത്തുപറമ്പാണ്. മുസ്ലിം ലീഗിൻ്റെ ജയന്തി രാജൻ പിന്നെ RJDയുടെ PK പ്രവീണൻ തമ്മിൽ മത്സരമാണ്. NDA 14% ഉണ്ടെങ്കിലും കഴിഞ്ഞ 6% ഇതിൽ LDF ജയിച്ച മണ്ഡലമാണ്. ഇവിടെ ഗ്രാഫ് കണ്ടാൽ അറിയാൻ പറ്റും. നമുക്ക് ലോക്സഭയിൽ UDF മേജോറിറ്റി ഉണ്ടെങ്കിലും നിയമസഭകളിലും തദ്ദേശത്തിലും LDF ശക്തമായ മുന്നേറ്റമാണ് നടത്തുന്നത്. 2025 ഈ അടുത്താണ് 2025 തദ്ദേശത്തിൽ വരെ LDF നല്ല രീതിയിൽ ഒരു 7-8% വോട്ട് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2026 കുഴപ്പമില്ലാത്തൊരു മെജോറിറ്റിയിൽ LDF വരുമെന്നാണ് നമ്മുടെ പ്രവചനം. NDA ഒരു വോട്ട് ശതമാനം കൂട്ടി 16 ആക്കുകയും ചെയ്യുമായിരിക്കും. അടുത്ത മട്ടന്നൂരാണ്. ശൈല ടീച്ചർ മുമ്പ് മത്സരിച്ച റെക്കോർഡ് ഭൂരിപക്ഷം ഉണ്ടാക്കിയ മണ്ഡലമാണ്. ഇത്തവണ ചന്ദ്രൻ തില്ലങ്കേരിയും സനോജുമാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ 39% റെക്കോർഡ് ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 2025 തദ്ദേശത്തിലെ വോട്ട് ശതമാനം ഞങ്ങൾക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് അതങ്ങനെ ഇരിക്കുന്നത്. ബാക്കി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, എന്ത് ഇലക്ഷൻ നടന്നാലും LDFൻ്റെ ശക്തമായ കോട്ടയാണ് എപ്പോഴും ഭൂരിപക്ഷം അവർ തന്നെ ഉണ്ടാവുക. പക്ഷേ BJP പതുക്കെ അവർ വോട്ട് ശതമാനം കൂട്ടി വരുകയും ചെയ്യുന്നുണ്ട്. ഇത്തവണത്തെ നമ്മൾ 2026 നോക്കുകയാണെങ്കിൽ എന്തായാലും LDF അവിടെ ജയിക്കുകയും വോട്ട് ശതമാനം കുറഞ്ഞ് ചിലപ്പോൾ 10-15% എത്താനും ചാൻസ് ഉണ്ട്. അടുത്ത പേരാവൂരാണ്. സണ്ണി ജോസഫും ശൈലജ തമ്മിലുള്ള മത്സരമാണ്. കഴിഞ്ഞാണ് വളരെ ചെറിയ വോട്ടിൻ്റെ 2% UDF അവിടെ ജയിച്ചിരിക്കുന്നത്. NDA ചിത്രത്തിലെയല്ല. NDA 10% മുകളിലേക്ക് പോകുന്നില്ലാത്തതാണ്. ബാക്കിയുള്ള ഗ്രാഫുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, എല്ലാ ഇലക്ഷനുകളിലും UDF മെജോറിറ്റി വാങ്ങി മണ്ഡലമാണ്. ലാസ്റ്റ് നടന്നത് 2025 അടുത്ത തദ്ദേശത്തിൽ വരെ 89% ഭൂരിപക്ഷം UDFനുണ്ട്. പക്ഷേ ശൈല ടീച്ചറിൻ്റെ വരവ് അവിടെ എത്രത്തോളം വ്യത്യാസം ഉണ്ടാക്കുമെന്നനുസരിച്ചാണ് ഇരിക്കുന്നത്. നമ്മുടെ പ്രഡിക്ഷൻ പ്രകാരം UDF വിജയിക്കുകയും എന്ന ഒരു ബലാബലം നല്ലൊരു മത്സരമായിരിക്കും ഇവിടെ നടക്കുന്നതെന്നാണ്.